ഹലോ. അപ്പോൾ എന്തായി പഠനം? നമ്മൾ ഈ PSC പഠിക്കുന്നവർക്ക്, PSC എന്നല്ല, എന്ത് സാധനം ഫസ്റ്റായി പഠിക്കുന്നവർക്ക് ഒടുക്കത്തെ ഡൗട്ടായിരിക്കും. അതായത് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾക്ക് വരെ ഡൗട്ടാണ്. അത് കുറച്ചൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിരിയും ദേഷ്യമൊക്കെ വരും ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ. കാരണം സിലബസ് പ്രിൻ്റ് എടുക്കണോ, നോട്ട് എഴുതണോ, ക്ലാസ് കേൾക്കുകയാണോ വേണ്ടേ, നോട്ട് എഴുതുകയാണോ വേണ്ടേ, പിന്നെ എത്ര മണിക്ക് എണീക്കണ്ടേ, അങ്ങനെയുള്ള ചെറിയ ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ തുടക്കത്തിൽ ഒരു ബിഗിനർക്ക് ഉണ്ടാവണതാണ്. കാരണം നമ്മൾ ഒരു വർഷമൊക്കെ ആയിട്ട് ഇതിൻ്റെ തന്നെ, അതായത് റിസർച്ച് ഫീൽഡിലാന്ന് പറയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ചെറിയൊരു കാര്യം പറയാം. സിലബസ് പ്രിൻ്റ് എടുക്കണോ എന്നവരോട് ചോദിക്കുന്നവരോട് ഞാൻ സിലബസ് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് എപ്പോഴും ഫോൺ നോക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ലാപ്ടോപ്പ് നോക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രിൻ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിലബസും കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നോക്കാൻ പറ്റും. അതുപോലെ ഇപ്പോൾ ഞാൻ ഈ അടയാളപ്പെടുത്തിയിരിക്കുന്ന പോലെ നമുക്ക് ഏതൊക്കെ SCERT ചാപ്റ്റേഴ്സാണെന്നും അതുപോലെ തന്നെ കഴിഞ്ഞത് നമുക്ക് ടിക്ക് ഇടാം. അങ്ങനെയുള്ള കുറച്ച് യൂസസ് ഉണ്ട്. അതുകൊണ്ട് അത്ര മാത്രമേ അതിൻ്റെ യൂസ് ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. ലാപ്ടോപ്പ് നോക്കി ഏതൊക്കെയാണെന്നുള്ളത് അല്ലെങ്കിൽ ഫോൺ നോക്കിയിട്ട് നമ്മൾ ജസ്റ്റ് സിലബസ് മനസ്സിലാക്കി വെച്ചാൽ മതി. പക്ഷേ സിലബസ് എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന്. കാരണം സിലബസിൻ്റെ ഉള്ളിൽ നിന്ന് പഠിക്കാൻ നോക്കുക എല്ലാവരും. അല്ലാത്ത കാര്യങ്ങൾ, അതായത് പുറമേയുള്ള കാര്യങ്ങൾ വാരി വലിച്ച് പഠിക്കാതെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാൻ നോക്കുക. അപ്പോൾ ഇത് LGSൻ്റെയും 10th ലെവലിൻ്റെയാണ്. അത്രയേ ഉള്ളൂ. ബൈ.